പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ വളരെ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അത് തുറക്കുക എന്നുള്ളത്. ഇപ്പോൾ വീണ്ടും ഈ നിലവറ തുറക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായിരിക്കും ഇത് തുറന്നാൽ സംഭവിക്കുക? ഇത് തുറക്കുമോ? തുറന്നാൽ ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ തുറന്നിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ തുറന്നിട്ടുള്ള നിലവറയാണ്, തുറക്കാത്ത നിലവറയൊന്നുമല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇപ്പോൾ തുറക്കുന്നത് എന്തിനാണെന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ അത് തുറന്ന് അതിൻ്റെ ഈ തിട്ടപ്പെടുത്തി വയ്ക്കുക എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലിടയ്ക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ട്. നമ്മൾ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പം ഞാൻ അവിടെ പല കഥകൾ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഈ അടുത്ത് തന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ അവിടുന്ന് ഒരു ചെമ്പ് മിസ്സിങ് ആയി, സ്വർണ്ണദണ്ഡ് മിസ്സിങ് ആയി. അത് പിന്നീട് മണ്ണിൽ പൂടി. അപ്പോൾ ഇത് ഈ പറയുന്ന ഇപ്പോഴല്ലേ ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ലോകപ്രസിദ്ധി വന്നു. അപ്പോൾ ഇതിന് മുന്നേ എന്തെല്ലാം അവിടുന്ന് കളവ് പോയിട്ടുണ്ടായിരിക്കാം എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് ഈ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രമല്ല. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ട്രസ്റ്റിലാണ് ഇപ്പോഴും, അവരാണ് നടത്തുന്നത്. അപ്പോൾ ഇത് അവർ പറയുന്നത് ഈ ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ അത് ഒരു ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഒക്കെ അതിനകത്ത് വരുന്നത് അവർക്ക് താല്പര്യമില്ല. ഇതെടുത്ത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല. എന്തായാലും അതങ്ങനെ തന്നെ ക്ഷേത്രത്തിൻ്റെ സ്വത്തായി കിടക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 6ഓളം നിലവറകളാണ് ക്ഷേത്രത്തിലുള്ളത്. പ്രതിഷ്ഠയ്ക്ക് മുന്നിലും അല്ലാതെയും എല്ലാം ഒരു ഒട്ടനവധി ധനസമ്പത്തുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിനകത്ത്. ഇതിൽ എത്രയാണ് 1,00,000 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. 1,00,000 കോടി അങ്ങനെ പറയുന്നുണ്ട്. പല പല കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിൽ നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്ക്. അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ളതാണല്ലോ ഈ തിരുവനന്തപുരം. നമ്മൾ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അതിൻ്റെ സ്ട്രക്ചറിലല്ല പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങൾ ചോറ്റാനിക്കര ആയിക്കോട്ടെ, മൂകാംബിക നമ്മുടെ ക്ഷേത്രമല്ല, എന്നാൽ പോലും ഇവിടെ വടക്കുംനാഥ ക്ഷേത്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മറ്റേ ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, ഇതെല്ലാം തന്നെ ഉള്ള ഇതുപോലെ അല്ല ഇരിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം. തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ ക്ഷേത്രങ്ങൾ പോലെയാണ് അല്ലേ. അപ്പോൾ ഈ ക്ഷേത്രത്തിന് പറയുന്ന 5000-ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ മരണപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ പണി തുടങ്ങിയതെന്നാണ് പറയുന്നത്. അത് കലിയുഗം ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണൻ മരണപ്പെട്ട ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് എന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ വന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീ, അതായത് ഒരു പുലയ സ്ത്രീയാണ് കാണുന്നത്. അവർ അന്ന് ഈ അനന്തൻ കാടെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ഇല്ല, കാടാണ്. അപ്പോൾ ഈ അനന്തൻ കാടിലൂടെ ഈ കുട്ടി നടന്നു പോവുകയും അവിടെ ഈ അനന്തശയനത്തിൻ്റെ രൂപത്തിൽ ഒരു മരത്തടി കിടക്കുകയും അത്തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ട്. അവിടെ ഈ പറയുന്ന ഒരു കുട്ടി അവിടെ കണ്ടെന്നും ആ കുട്ടി പിന്നീട് ഇതാരായിരുന്നു അങ്ങനത്തെ. അപ്പോൾ ഇതിന് എല്ലാ ക്ഷേത്രങ്ങൾക്കും അത്തരത്തിലുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു കഥ, ഒരു ചരിത്രമുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന ചരിത്രപരമായിട്ടുള്ളത് 5000 വർഷമല്ല ഇതിൻ്റെ പഴക്കം. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പല പല കഥകളുണ്ട്. അപ്പോൾ അത്തരത്തോളം ഞാൻ പറയുന്നത് സാംസ്കാരികപരമായിട്ട് അത്രയും തിരുവനന്തപുരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പം ആ ക്ഷേത്രത്തിൽ ഒരുപാട് പേർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം ഇതിപ്പോൾ വീണ്ടും ഈ ബി നിലവറയുടെ ഒരു തുറക്കുന്നതിനെ പറ്റിയുള്ളൊരു ചർച്ച ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് അത്ഭുതങ്ങളുടെ ഒരു വലിയൊരു കലവറ ആയിട്ടാണ് ഈ ക്ഷേത്രത്തിനെ പറയുന്നത്. അപ്പോൾ ഇതിന് ഈ പറയുന്ന പോലെ ധനസമ്പത്ത് അന്ന് അറിയാമല്ലോ, ആ ഒരു ചരിത്ര പ്രസിദ്ധം 2011 കാലഘട്ടത്തിൽ ഒരു വലിയ ധനസമ്പത്തുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇത് ഇപ്പോൾ രാജ്യശ്രദ്ധയിലേക്ക് ഈ ക്ഷേത്രം വന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ധനികമായിട്ടുള്ള ക്ഷേത്രമായിട്ട് ഇത് അന്നാണ് ഉയർത്തപ്പെട്ടത്. രണ്ടാമത്തെയോ ഒന്നാമത്തെയാണ് രണ്ടാമത്തേതാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ABCDEF എന്ന് പറയുന്ന 6 നിലവറകളാണ് ഇതിൽ ഇപ്പോൾ അങ്ങനെ പേരുകൾ കൊടുത്തിരിക്കുന്നതാണ് ABCD എന്നുള്ളത്. അപ്പോൾ അതിൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആഭരണങ്ങളാണ് ഈ CD എന്നുള്ള നിലവറകളിൽ സൂക്ഷിക്കുന്നത്. അത് തുറക്കാറുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് മിക്കപ്പോഴും തുറക്കുന്ന അറകളുമാണ് ഈ പിന്നെ F എന്നുള്ളത്. ബാക്കിയുള്ള A-B എന്ന നിലവറകളിലാണ് ഈ പറയുന്ന തുറക്കാറേ ഇല്ല എന്ന് അവകാശപ്പെടുന്ന അറകൾ. അപ്പോൾ ആ നിലവറകൾക്കുള്ളിലാണ് ലോക ജനത കാത്തിരിക്കുന്ന ആ ഒരു ഒരു നിധിശേഖരം എന്നൊക്കെ, അല്ലെങ്കിൽ അളവില്ലാത്തൊരു കൂറ്റൻ നിധിശേഖരം. അതിനകത്ത് പല കഥകളും കേൾക്കും. അത് തുറന്നു കഴിഞ്ഞാൽ കടലാണ്, അത് തുറന്നു കഴിഞ്ഞാൽ വേറെ
യൂണിവേഴ്സിലോട്ടുള്ള പാലാണെന്നൊക്കെ. അല്ല, നമ്മളിപ്പോൾ ഇതിനകത്ത് യൂട്യൂബിൽ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വിദേശ വീഡിയോകൾ വരെ കാണാൻ പറ്റും ഈ നിലവറയെ പറ്റി. ബി എന്നൊക്കെ പറയാം, അതിലൊക്കെ പറയാം ഡ്രാഗണൊക്കെ ഇതിൽ പല പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും അപ്പം ഇതിൽ നിലവറകൾക്കുള്ളിൽ എന്താ പറയുന്നത്, എ ബി നിലവറകൾക്കുള്ളിൽ ഇതുവരെ തുറക്കാൻ എന്താ പറയുക, ഈ ബി നിലവറയെ പറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇങ്ങനത്തെ ഒരു കിംവദന്തികളൊക്കെ പരക്കുന്നത്. അപ്പോൾ ആ നിലവറ തുറക്കാനുള്ള ചർച്ച ഇപ്പോൾ വീണ്ടും സജീവമായിട്ടുണ്ട്. ഇതിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടാനാണ് അവരിപ്പോൾ തീരുമാനിക്കുക. കാരണം അത് തുറന്ന് അതിൻ്റെ ഒരു കണക്കെടുക്കുക എന്നുള്ള ഒരു ഡിലേ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അത് എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ചേർന്ന ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത യോഗത്തിൽ ഈ കാര്യം ഈ പ്രധാന ചർച്ച വിഷയമായിട്ട് ഇന്നലെ അവർ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപദേശക സമിതിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി ഈ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിലെ നിലപാട് അറിയിക്കേണ്ട കാര്യം എടുത്തു പറഞ്ഞു. അപ്പോൾ തന്ത്രിയാകട്ടെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. സോ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി തീരുമാനമെടുക്കാനായിരുന്നു നേരത്തെ സുപ്രീം കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നെയും ബി നിലവറ ഇപ്പോൾ എന്താണ് ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തോതിൽ ഉന്നയിക്കപ്പെടുന്നത്. ഈ മുറജപവും വിഗ്രഹത്തിലെ അറ്റകുറ്റപ്പണിയും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് സംയുക്ത യോഗം വിളിച്ചു ചേർത്തതെങ്കിലും ഭരണസമിതിയിലെ സർക്കാർ മന്ത്രി ഈ ബി നിലവറ തുറക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചു. തുറക്കലിൽ തീരുമാനം ഭരണസമിതിക്ക് കൈക്കൊള്ളാമെന്നുള്ള കോടതി ഉത്തരവ് കൂടി ഉള്ളതുകൊണ്ട് 5 അംഗ ഭരണസമിതിയിലെ അംഗമായ തന്ത്രി ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടും അതിനൊരു പ്രത്യേക തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ രാജകുടുംബത്തിൻ്റെ പ്രതിനിധിയായ ആദിത്യവർമ്മയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തുറക്കുന്നത് ആചാരപരമായ ഒരു കാര്യം കൂടി ആയതുകൊണ്ട് തന്ത്രിമാരുടെ അഭിപ്രായം കേൾക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. രാജകുടുംബമായിരുന്നു ആ എതിർപ്പ് മുന്നോട്ട് വെച്ചത്. തന്ത്രിമാരുടെ നിലപാട് അറിഞ്ഞ് പിന്നെയും ഭരണസമിതി ചർച്ച ചെയ്ത് ബി നിലവറ തുറക്കുന്നതിൽ ഒരു അന്തിമ തീരുമാനം വളരെ വേഗത്തിൽ തന്നെ കൈക്കൊള്ളും. ബി നിലവറ തുറക്കാൻ ഒരു നീക്കം പലതവണ നടത്തിയപ്പോൾ വലിയ തോതിൽ അത് വിവാദമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഒരിക്കലും തയ്യാറാകില്ല. 2011 സുപ്രീം കോടതി ഉത്തരമനുസരിച്ച് ക്ഷേത്രത്തിലെ എ അടക്കമുള്ള നിലവറകൾ തുറന്നത്. എ നിലവറ തുറന്നപ്പോൾ ഏവരും ഞെട്ടിപ്പോയിരുന്നു അവിടുത്തെ നിധിശേഖരം കണ്ടിട്ട്. വിദഗ്ധ സമിതി കണ്ടെത്തിയത് കണ്ണഞ്ചിപ്പിക്കുന്ന നിധിശേഖരമായിരുന്നു. എയിൽ നിന്ന് കിട്ടിയതിൻ്റെ 10 മടങ്ങ് അപൂർവ ശേഖരമായിരിക്കും ബി നിലവറയിൽ ഉള്ളതെന്നാണ് പണ്ട് മുതൽക്കേ പറഞ്ഞു കേൾക്കുന്നത്. 2011 ബി നിലവറയും തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അന്ന് ദൈവകോപം എന്നുള്ള ഒരു വിഷയമായിരുന്നു പ്രധാനമായി ഇവർ ഉയർത്തിക്കാട്ടിയത്. അതിനുദാഹരണമായി ചില അനിഷ്ട സംഭവങ്ങളും അന്നുണ്ടായിരുന്നു. അന്ന് ആ നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിദഗ്ധ സമിതിയിലെ അംഗം ജസ്റ്റിസ് CS രാജൻ്റെ കാൽ മുറിഞ്ഞ് നിലവറയിൽ രക്തം പൊടിഞ്ഞതോടെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഈ നിലവറയെ പറ്റിയുള്ള ഇത്തരത്തിൽ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും കെട്ടുകേൾവികളും ഒക്കെ ഇപ്പോഴും പ്രചരിക്കുകയാണ്. അതിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത ഒരു സംഭവമായിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ അത് നിലവറയ്ക്ക് കാവലായിട്ട് കൊടൂര വിഷമുള്ള പാമ്പുകൾ 2-ലധികം തട്ടിൽ നിലവറ ഉണ്ട്, തുരങ്കബാധയുണ്ട്, അതുപോലെ കെണിവെച്ച അപകടങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നു, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഈജിപ്തിലെ ഈ ഫറവോമാരുടെ ശവകുടീരങ്ങൾ അറിയാമായിരിക്കില്ല. അതിൽ ഈ പിരമിഡുകളും മാന്ത്രിക കഥകളിലും ഒക്കെ തന്നെ ഇങ്ങനെ കുന്നുകൂടി കേൾക്കുന്ന ഒരു നിധിശേഖരവും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ ഉണ്ട്. അത്തരത്തിലൊരു പ്രതീതി ഇവിടെയും കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ക്ഷേത്രം ഉള്ളിടത്തോളം, ഈ ബി നിലവറ തുറക്കാത്തിടത്തോളം കാലം അതിനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും. അത് തുറന്ന് എന്താണ്, അതായത് നമ്മളിപ്പോൾ ശബരിമലയിലെ മകരവിളക്കില്ലേ, മകരവിളക്ക് അത് എന്താ പറയുക, അത് കത്തിക്കുന്നത് അത് തന്നെ സ്വയം പ്രകാശിക്കുന്നത്. പക്ഷെ ഇവർ മകരജ്യോതി എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവാത്ത കാര്യം. മകരജ്യോതിയാണ് എല്ലാവരും തൊഴുന്നത്. അതായത് മകരജ്യോതി എന്ന് പറയുന്നത് നക്ഷത്രമാണ്, ആ സമയത്ത് വരുന്ന നക്ഷത്രം. അത് ആ സമയത്താണ് തെളിയുന്നത്. അത് ആകാശത്ത് തെളിയുന്നതാണ്, അതാർക്കും കത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുപോലെയാണ്. അപ്പം ഇത് ഒരു മലയിൽ കത്തുന്നത് ആരെങ്കിലും കത്തിക്കുന്നത് തന്നെ ആയിരിക്കും, അല്ലാതെ സ്വയം കത്തുന്നതല്ല. അങ്ങനെ ആരും വിശ്വാസികൾ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയൊക്കെ പലരും ഇറങ്ങി തിരിച്ചിട്ടൊക്കെ ഉണ്ട്. അതായത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അവർക്കിതിലൊരു പ്രത്യേക താല്പര്യം വരും. ബി നിലവറ തുറക്കണം, തിട്ടപ്പെടുത്തണം. ഈ തിട്ടപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ അതിനോട് ഒരു കാര്യം കൂടി ചേർത്ത് വയ്ക്കാൻ, ഇത് ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെതായ കാര്യങ്ങളിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. മറ്റൊരു വിഭാഗത്തിൻ്റെയും ആസ്തി എത്രയെന്നോ അവിടെ എത്ര കിട്ടുന്നുണ്ടെന്നോ എന്തൊക്കെയുണ്ട് അവരുടെ നിധിശേഖരമെന്നോ എന്നൊന്നും ഇവർ ചെയ്യാൻ പോകുന്നില്ല. അതെ.